Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. ഇത് prayer ആരാണ്? ഞാനാണ് മർദാനിഷ്. അമൃത പറഞ്ഞോടാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധി. ഈ കലാലയം നമുക്കു നിത്യമായി വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വകേകമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സൈനിൻ ആരാണ്? സൈനിൻ ആരാണ്? Yes, ma'am. പറഞ്ഞോടാ സൈനിൻ. Good morning, Aparna ma'am, and good morning to all friends. I am Archana, signing to Aparna ma'am class. ഇന്ന് ഏപ്രിൽ 4 ദേശീയ വിറ്റാമിൻ സി ദിനം. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വിറ്റാമിൻ സിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. എങ്ങനെ നമുക്ക് ആഘോഷിക്കാം? വിറ്റാമിൻ സിയുടെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക, വിറ്റാമിൻ സിയെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുക. വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ: മുറിവുണ്ടായാൽ ഉണങ്ങാൻ സമയമെടുക്കും, മോണയിൽ നിന്ന് രക്തം വരും, പല്ലുകൾ ലൂസാകും, പ്രതിരോധ ശേഷി കുറയുന്നത് മൂലം ഇടയ്ക്കിടെ അസുഖങ്ങൾ വരും, സ്കിൻ കട്ടിയാകും, മുടി സ്പ്ലിറ്റ് ആകും, അയൺ എഫിഷ്യൻസി അതിൻ്റെ കുറവും മൂലം അനീമിയ അഥവാ വിളർച്ചയുണ്ടാകും. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ: ഓറഞ്ച്, മാങ്ങ, പപ്പായ, പൈനാപ്പിൾ, സ്ട്രോബെറി, ഉരുളക്കിഴങ്ങ്, പേരയ്ക്ക, നെല്ലിക്ക, നാരങ്ങ, ധാരാളം ഇലക്കറികൾ എന്നിവ കഴിച്ച് നമുക്ക് വിറ്റാമിൻ സി നിലനിർത്താം. താങ്ക് യു. ഹിയർ ദ സൈനിങ് ഇൻ ടു ദ അപർണ മാം ക്ലാസ്. Okay, ma'am. Thought of the day. Good morning, ma'am. Good morning, everyone. Today, I would like to share a thought related to the teaching profession. Don't just teach your children to read. Teach them to question what they read. Teach them to question everything. നിങ്ങളുടെ കുട്ടികളെ വായിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവർ വായിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ കൂടി പഠിപ്പിക്കണം. എല്ലാ ചോദ്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. Said by George Carlin, and this is Amrita. Thank you all. താങ്ക് യു ഓൾ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. Yes, ma'am. സോ കുറച്ച് ഇമോഷൻസിനെ കുറിച്ചിട്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്ക് ഒരു ടോപ്പിക് കവർ ചെയ്യാനുണ്ട്, റോൾ ഓഫ് ഇമോഷൻസ്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? ഇമോഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കുട്ടികളുടെ ഇമോഷൻസ് എപ്പോഴും വന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്? ഇവരും ഇവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരായിട്ട് എങ്ങനെയാണ്? അവരുടെ ഫ്രണ്ട്സ് ആയിട്ട്, അവരുടെ ടീച്ചേഴ്സ് ആയിട്ട്, പാരന്റ്സ് ആയിട്ട്, സിബ്ലിങ്സ് ആയിട്ട്, അതേപോലെ അവരുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഹോമിലൊക്കെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ്? അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ റോൾ ഓഫ് ഇമോഷൻസിൽ നോക്കാം. ഒരു ഗുഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇമോഷൻസിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മളിപ്പോ ഒരു കുട്ടീനെ ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുകയാണെങ്കിൽ അവനത് വളരെ വിഷമമായിട്ട് തോന്നും. കാരണം ഭയങ്കരമായിട്ട് ഷെയിമായിട്ട് തോന്നും. കാരണം എന്താണ്? അവൻ ആ ക്ലാസ്സിൽ മൊത്തം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആണ് ടീച്ചർ വഴക്ക് പറഞ്ഞത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ടീച്ചർക്ക് അവനോട് കാര്യം ഒറ്റയ്ക്ക് വിളിച്ച് പറയാം. അപ്പൊ നമ്മൾ അവന്റെ ഇമോഷനും കൂടി ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനും കൂടി കുറച്ച് വാലിഡിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഓരോ ഇമോഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിലായാലും നമുക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട്? ലവ്, ഹാപ്പി, സാഡ്നെസ്, അഫെക്ഷൻ, ഫിയർ, ആങ്കർ, എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പൊ
അപ്പൊ നമ്മൾ ഒരു ലിമിറ്റ്, ഒരു കാര്യം നോക്കിയിട്ട് ഒരു ലിമിറ്റ് വരെ, ചിലപ്പോ ആങ്കർ ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒത്തിരി ദേഷ്യപ്പെടാനായിട്ട് പാടില്ല, കാരണം നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് ബ്രേക്ക് ചെയ്യും. നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ, ഒത്തിരി ദേഷ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഷൗട്ട് ചെയ്താൽ നമ്മുടെ റിലേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളുടെ ഇമോഷൻസ് പോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഇമോഷൻസിന് നമ്മൾ എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ഈ ഇമോഷൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എന്താണ്, ആ ഒരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഞാനായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് അയാൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആളുടെ ഇമോഷൻ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒരുപാട് ഉണ്ടാവും, നമുക്ക് ദേഷ്യം വരുന്നതുണ്ടാവും. നമ്മൾ ആ ഒരാളുടെ സ്ഥാനത്ത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തത്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയല്ലേ പ്രവർത്തിക്കുക എന്നാലോചിക്കുക. അപ്പൊ നമുക്ക് ഇമോഷൻസ് കൂടുതൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്പം മുതലേ നമ്മൾ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ കുട്ടികളുടെ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടക്കുള്ളൂ. കുട്ടികൾക്ക് അവര് ഇമോഷൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആര് പറഞ്ഞു കൊടുക്കണം, പാരന്റ്സും ടീച്ചേഴ്സും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർ പറ്റുള്ളൂ. വീട്ടിലെ അവരുടെ ഇമോഷൻസ്, ഇപ്പൊ നമ്മൾ കുട്ടികൾ വാശി പിടിക്കില്ലേ, ഭയങ്കരമായിട്ട് വാശി പിടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ അവർ വലുതാവുമ്പോഴും ചെറിയ നിസ്സാരം കാര്യങ്ങൾക്ക് പോലും ഭയങ്കര വാശിയും കുറുമ്പൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല പാരന്റ്സ്, അവർ പറയുന്ന കാര്യത്തില് കറക്റ്റ് ആണോ ശരിയാണോ നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പാരന്റ്സ് തോന്നുന്നത് മാത്രം വാങ്ങിച്ചു കൊടുക്കണുള്ളെങ്കിൽ അപ്പൊ അവിടെ എന്താണ്, അവർ ആ വാശി എന്ന് പറയുന്നത് വാശി പറയണ കേൾക്കണില്ല. മിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആർക്കും കേൾക്കുന്നില്ല, അതുകൊണ്ട് എനിക്കും കേൾക്കണില്ല. എന്തോ പറയുന്നു, ഒന്ന് മിസ് പോയി. നെറ്റ് പോയതാണോ സംശയം ഉണ്ട് കേട്ടാ. നെറ്റ് പോയതാന്ന് തോന്നുന്നു. എടാ പേജ് നമ്പർ ഒന്ന് പറയാവോ? 28 ആണ് കേട്ടാ. 28 അല്ല, 68. പോയാലൊക്കെ എന്ത് ചെയ്യും? മേഘന ഫ്രെയിം ഉണ്ടാക്കി വെച്ചോ? ഫ്രെയിം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊച്ചിനോട് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. ബാക്കിയെല്ലാം ഫ്രെയിം ഒക്കെ ആയി. അവള് നെക്സ്റ്റ് ട്യൂസ്ഡേ ചെയ്യാൻ തരും. എന്തോ തയ്പ്പിക്കാനാണോ കൊടുക്കുന്നത്? ഇവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അപ്പൊ അവളെല്ലാം ഇന്നലെ ഏകദേശം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എമ്മിങ് ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഇന്നല്ലേ കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഈ അടുത്ത ട്യൂസ്ഡേ എല്ലാം കാണിച്ചു, അടുത്ത ഫ്രൈഡേ. അതൊക്കെ എന്താ ആരും ഒന്നും വിടാത്ത. ഞാൻ ചെയ്തിട്ടില്ല, അതെന്ന് പറഞ്ഞില്ലേ നമ്മള് ഗൂഗിൾ മീറ്റ് വെച്ചപ്പോ പറഞ്ഞില്ല എനിക്ക് വയ്യാന്ന്. അപ്പൊ ഇല്ലടാ, ഞാന് അലുമിനിയം ഫാബ്രിക്കേഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ ഓക്കെ ഓക്കെ. അവരെയും കൂടെ ഉണ്ടാക്കിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ആര്യാണോ ചെയ്തേ? ആര് ചെയ്തോ?
ഏതെല്ലാം എല്ലാം കഴിഞ്ഞോ? ഏ എല്ലാം കഴിഞ്ഞോ? ആരെയൊന്ന് കാണിച്ചേ? ഒരു മിനിറ്റ് വീഡിയോ ഓൺ ആക്കട്ടെ. ആ കാണാവോ? കാണുന്നില്ലടാ. അവിടെ ബാക്കിൽ ആ വിൻഡോ ഓപ്പൺ ആയിട്ട് അതിന്റെ ബ്രൈറ്റ്നെസ് കാണിക്കണം. കാണാവോ? ഇതെന്നത് ബട്ടൺസാ? ഓക്കെ ഓക്കെ. അത് ഇതാണോ മറ്റേ എന്താ പറയാ? അതാണോ? എന്റെ അമ്മ ഏതെന്നാ? ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിരുന്ന ടൈപ്പാണോ ഉണ്ടാക്കിയ ഫുള്ളായിട്ട്? അതെ 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 അതെ. ഞാനേ രണ്ട് ഫ്രെയിം മേടിച്ചു. ഒരെണ്ണത്തിന് 500 രൂപ, രണ്ടെണ്ണത്തിനോട് 250 രൂപ വരും. അത് ഫ്രെയിം ആണോ? അത് ഫ്രെയിമിന്റെ ഉള്ളിലുള്ള തടിയാ. എവിടുന്ന് മേടിച്ചാ? ഇത് ഞങ്ങളുടെ അവിടെ പൂന്തറയുന്നു. ആ ഫ്രെയിം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു, പക്ഷെ ഫ്രെയിം വന്നത് കുഞ്ഞു ഫ്രെയിം ആയി പോയി. അല്ലടാ, ഞാൻ ഓൺലൈൻ അല്ല, ഞാൻ നേരിട്ട് പോയി മേടിക്കട്ടെ. അത് പ്ലേവുഡ് ഒരു തിക്നെസ് ഇല്ലാത്ത പോലെ ആണോ? അല്ല, കട്ടിയുണ്ട്. അതിന്റെ ഉള്ളിൽ മരത്തിന്റെ ഇതാ. ഞാൻ ഫ്രെയിം ഈ ഫോട്ടോ ഫ്രെയിം ആണെങ്കിൽ മതിയാവുന്നു. അതിന്റെ ഫ്രെയിം അല്ലേ, അതിൽ ചെയ്യാൻ പറ്റുമോ? ഫോട്ടോ ഫ്രെയിം അതിന്റെ ഉള്ളിൽ ഫോട്ടോ ഫ്രെയിം മേടിക്കാം, പക്ഷെ അത് ഭയങ്കര പൈസയാവും തോന്നല്ലേ? ഇല്ല, 165 എനിക്ക് മേടിച്ചപ്പോ. ഒരെണ്ണത്തിനോ? 500 രൂപ, രണ്ടെണ്ണത്തിനോട് 165. അത് കൊണ്ടുപോകുമ്പോ നല്ലത് വേണം കേട്ടോ. ട്രെയിനിങ്ങിനെല്ലാം ചോദിക്കുന്നുണ്ടേ. അത് ഇന്നലെ എനിക്ക് ഞാൻ ചോദിച്ചപ്പോ സ്കൂളിൽ ചോദിച്ചു, അവിടെ ചെയ്ത അപ്പാരറ്റസ് എല്ലാം കൊണ്ടുവരണം എന്ന് പറഞ്ഞേ. കുട്ടികൾക്ക് ഉണ്ടല്ലേ? ആര്യാ ഞാൻ എന്റെ ഫ്രെയിം കംപ്ലീറ്റ് ഞാനൊന്ന് കാണിച്ചു തന്നോട്ടെ. കാണിച്ചോ? പിടിക്കുക. എന്റെ അവിടെ കാണുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഇതേ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ അടുത്ത് മരപ്പണിക്കാരുണ്ടെങ്കിലേ ഇത് മരക്കം വെച്ചിട്ട് അവർ ചെയ്തു തന്നത്. അതിപ്പോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഭാഗമില്ലേ, ഞാൻ കാണിച്ചു തരാം. ആറൊന്നും കൂടി പിടിക്കും. എനിക്കിത് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒറ്റ ഫ്രെയിം മതി, ഒരെണ്ണം മതി. ഇത് മരപ്പണിക്കാർ ചെയ്തു തരും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 രൂപ മേടിച്ചോളൂ. ഒരു സൈഡ് മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റുക. സൈഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ക്ലോത്ത് നമ്മൾ ഊരിയെടുക്കാം. നമുക്ക് അടുത്തത് എളുപ്പമാണ്. നല്ല കേട്ടോ. എന്നാ ഒരെണ്ണം മതി. നമ്മളെ പോലെ എട്ടെണ്ണം വേണ്ട. അതിന്റെ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ എന്നിട്ട് വേറെ ഒരാള് പറ. ബക്കിൾ ഫ്രെയിം ഐശ്വര്യ കാണിക്കുന്നേ. ഇത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആവണുള്ളൂ. ഇത് ബക്കിൾ ഫ്രെയിം. അതെന്താ ഫ്രെയിം എന്തായിരുന്നു? ഫ്രെയിം ഇതിന്റെ ഉള്ളിലാണ്. തുണി വെച്ചിട്ട് ഒക്കെ തുന്നി കൊടുത്ത് കണ്ടാ. അപ്പം റിമൂവ് ചെയ്യുന്നതാണോ അത്? ഇത് ഓപ്പൺ ചെയ്യുമ്പോ അടുത്ത ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്തൂടെ. അങ്ങനെ ഇതൊക്കെ ചെയ്തത്. എടാ മിണ്ടായി ഗ്രൂപ്പിലൊന്നും വിടണേ. സെപ്പറേറ്റ് ഊരി വെച്ചിട്ട് എങ്ങനെയാന്ന് അതുപോലെ ഉണ്ടാക്കാൻ പറയാലോ. എന്താണെന്ന് ഒന്നുകൂടി പറയാമോ? എന്താ മനസ്സിലായില്ല. റീമ, അലുമിനിയം ഫാബ്രിക്കേഷനിൽ അത് പറ്റൂല കേട്ടോ. വുഡനിലാണെങ്കിൽ പറ്റും. അല്ല, അലുമിനിയം ഫാബ്രിക്കേഷനിൽ വുഡൻ വരുന്നുണ്ട് പറഞ്ഞവര്. ഞാൻ വുഡനിൽ ഉണ്ടാക്കാൻ കൊടുക്കുന്നേ. അപ്പൊ മുകൾ ഭാഗം എങ്ങനെയാന്ന് ഫോട്ടോ വിടണേ. 2 ഹോള് കൊടുക്കുന്നതാണോ? ഈ ഫോട്ടോ ഫ്രെയിം അവിടെ ഇങ്ങനത്തെ തടി വേസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയും കിട്ടും ഇതുപോലത്തെ എങ്ങനത്തെ കിട്ടും. ഞാനേ മലപ്പുറം ജില്ല കംപ്ലീറ്റ് നോക്കി. 250 രൂപ ഒരു ഫ്രെയിമിന്. അങ്ങനെ 8 ഫ്രെയിം മേടിക്കണ്ടേ? 250 രൂപ. 250. ഭയങ്കര പൈസയാണ് ഫ്രെയിമിന്.
ഒന്നിന്. രണ്ടെണ്ണത്തിനോട് 500 രൂപ. ഉണ്ടാക്കേണ്ടതല്ലേ ഫ്രെയിം ഉണ്ടാക്കാൻ എത്ര ഞാനും ഓൺലൈൻ വഴി നോക്കി, പക്ഷെ ഭയങ്കര പൈസയായി. നിങ്ങളുടെ അടുത്ത് കളർ പെൻസിൽ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതാണ്. അപ്പൊ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പം. ബാക്കി ക്ലോത്ത് കയ്യിൽ പിടിച്ചാൽ ഇവര് മതിയല്ലോ. ഞാൻ പറഞ്ഞവര് 600 രൂപക്ക് ഉണ്ടാക്കി തരാറുണ്ട് 8 ഫ്രെയിം. ഭയങ്കര ലാഭതല്ലേ? ഒരു ഫ്രെയിമിനോ? അല്ല 8 ഫ്രെയിമിന്. ലാഭമാണല്ലോ. അപ്പൊ അത് പറയില്ലേ, ഈ ഇതൊന്ന് വിട്ടു തരണേ കേട്ടോ ഫോട്ടോ. അത്രയും 600 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ലായിരുന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ പറവൂര് 20 രൂപയുള്ള ഒരു ഫ്രെയിമിനെന്ന്. 20 രൂപയോ? 20 രൂപയുള്ളെന്നാ പറഞ്ഞത്. ഇവിടെ ലോട്ടസ്, ഞങ്ങളുടെ ഇവിടെ പറവൂര് ലോട്ടസ് ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്, അവിടെ 20 രൂപയുള്ളെന്നാ പറഞ്ഞത് മാം. അതെങ്ങനെയാ, അത്യാവശ്യം ഈ വലിപ്പമുണ്ടോ? ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങുമ്പോ എന്തായാലും വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം, ഗ്രൂപ്പിലിടാം. ഗ്രീഷ്മ ചെയ്യാൻ പറ്റുമെന്ന് ഗ്രീഷ്മേ, എനിക്ക് എന്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? എനിക്കറിയില്ലടാ, ഞാൻ നേരിട്ട് പോണം. ഞാൻ ഒരു ദിവസം പോണുണ്ട്, എനിക്കിപ്പോ തിരക്കായതുകൊണ്ട് പോവാഞ്ഞതാ. ഒരു ദിവസം നോക്കിട്ടൊന്ന് പോണുണ്ട്. ഞാൻ നോക്കിയിട്ട് പ്രൈസ് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങള് കൊറിയർ ചെയ്ത് തരാം വേണ്ടവർക്ക്. നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പേയ്മെന്റ് ചോദിക്കട്ടെ, എത്ര രൂപ നോക്കിയിട്ട് ചെന്നിട്ട് പറയണം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. റിന്റ് ഉണ്ടാക്കിയത് എത്രയായി? അതിന് ഉണ്ടാക്കിച്ചേന് എത്രയായി? അതൊരു 200 രൂപയായുള്ളൂ. ആ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, ആ ചേട്ടൻ ഇഷ്ടമുള്ളത് തരാനാ പറഞ്ഞേ. അപ്പൊ ഞാനൊരു 200 രൂപ എടുത്ത് കൊടുത്തു. ആളുടെ തന്നെ വുഡും ആള് തന്നെ എടുത്തത്. അപ്പൊ എല്ലാരും എന്റെ മാത്രമേ ഉള്ളൂ വെയിറ്റ് ആയിട്ടുള്ള. നല്ലതല്ലേ, വേഗം കേട് വരില്ല. ഇല്ല, ചെയ്തില്ല, ഞാൻ ചെയ്തില്ല. ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു കൊച്ചിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവള് ഇനി ബുധനാഴ്ച എല്ലാം ഉണ്ടാക്കി തരുള്ളൂ. ആണോ? വിളിച്ചിട്ടുണ്ടായിരുന്നു മിസ്സിനെ. ഐശ്വര്യ ചെയ്തൊന്ന് കാണിച്ചേ. മിസ് ഒന്ന് ലീവാ, നമുക്കൊന്ന് ക്ലാസ്. മക്കളാണ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. മക്കള് മാത്രം ചെയ്തേ, ഫസ്റ്റ് മക്കളെ ചെയ്തേ. പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോ അടുത്ത ഫ്രെയിം അതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ 2 ഒരു ഫ്രെയിമിൽ തന്നെ 2 ചെയ്തൂടെ? അത് ക്ലോത്ത് മേടിച്ചാണോ? അല്ല, ക്ലോത്ത് മേടിച്ചതാണ്. ഷർട്ടിന്റെ തുണിയില്ലേ, അത് മേടിക്കാൻ കിട്ടൂല. അങ്ങനെ പോപ്പിൻ തുണി നല്ലതാന്ന് പറയുന്നത്. അത് നല്ല ഇച്ചിരി ഹാർഡ് ഉണ്ട്. നല്ല കട്ടിയുണ്ട്. കട്ടിയുള്ളതാ വേണ്ടേ. മിസ്സിന്റെ നമ്പർ ആയിരുന്നില്ലേ? മിസ്സിനെ വിളിച്ചോക്കായിരുന്നില്ലേ നമ്പർ ഉണ്ടെങ്കിൽ? മിസ് വന്നോളും. ജീന, അത് ഫിക്സഡ് ആണോ? വേറെ ആരും ചെയ്തില്ല, ഇത്ര പേരുള്ളൂ. ഞാൻ ഫ്രെയിം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തു, പക്ഷെ എനിക്ക് വന്നത് കുഞ്ഞിതായിപ്പോയി. എന്നിട്ട് ഞാൻ ഇന്നലെ കുഞ്ഞിന്റെ സ്ലേറ്റ് എടുത്ത് പൊട്ടിച്ചിട്ട് ഞാൻ അതേ ചെയ്ത് വെച്ചതാ. ക്ലാസ് കാണുന്നില്ല, വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചോ, വേണേ കാണിച്ചു തരാം. ആരും ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്താ? എന്താണ്? ബട്ടൺ ഫ്രെയിം മാത്രം ചെയ്തിട്ടുള്ളോ, ഇല്ല എല്ലാം ചെയ്തോന്ന്? ബട്ടർ ഫ്രെയിം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അമ്മ ഇതെല്ലാം ചെയ്ത് പരിചയമുണ്ട്, അത് അമ്മയ്ക്ക് അറിയാം. അമ്മ ടീച്ചറാ, അതുകൊണ്ട് അമ്മക്ക് എല്ലാം അറിയാം. മാഡത്തിനപ്പൊ പ്രാക്ടീസ് കിട്ടൂലേ എല്ലാം? നിങ്ങള് ബട്ടൺ ഫ്രെയിം കാണിച്ചില്ലേ? അല്ലടാ, അമ്മ ബിഎഡ് പഠിക്കുമ്പോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അങ്ങനെ, ഓക്കെ. സോറി, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. സോറി, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. സോറി കേട്ടോ, അത് നെറ്റ് പോയതാണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ? കണ്ടിന്യൂ ചെയ്തു.
ചെയ്യാം മാം. നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം, എപ്പോഴെങ്കിലും നെറ്റ് പെട്ടെന്ന് പോവാണെങ്കിൽ അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നിങ്ങൾ മിണ്ടാതിരിക്കണം, കാരണം റെക്കോർഡ് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. മിണ്ടാതിരിക്കല്ലേ ഇരുന്ന് എല്ലാവരും. ഇല്ല മിസ് എല്ലാരും ഫ്രെയിം കാണിക്കായിരുന്നു. ഇതിപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റോൾ ഓഫ് ഇമോഷൻസ് ആണ് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അവനെ നമ്മൾ ഒരു നല്ല വ്യക്തിത്വമാക്കി ഡെവലപ്പ് ചെയ്യാനായിട്ട് അവന്റെ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഓരോ കുട്ടി, ഇപ്പൊ നമ്മൾ കുഞ്ഞുകുട്ടികൾ വാശി പിടിക്കൂലേ, ആ സമയത്ത് ആ വാശിയാണോ അവന്റെ ആവശ്യമാണോ നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ എന്ത് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ ഓരോ കുട്ടികളുടെയും ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ ആണ്. ഒരു നമ്മൾ ബേസിക് നീഡ്സ് പറഞ്ഞില്ലേ, എന്താണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, അതേപോലെ തന്നെയാണ് ഒരു ബേസിക് നീഡ് പോലെ തന്നെ സൈക്കോളജിക്കൽ നീഡ് പോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അതെല്ലാനും എന്ത് ചെയ്യാന്നുള്ളത്, സപ്പോർട്ട് ചെയ്യുക, അതിന് വാല്യൂ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓക്കെ. നമ്മൾ ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും, ഡിഫറെന്റ് എന്താ പറയാ ഇമോഷൻസ് ആയിരിക്കും. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടീനെ മറ്റൊരു 3 വയസ്സുള്ള ഒരു കുട്ടി, 2 കുട്ടികൾ 3 years ഏജ് ആണ്. ഒരു കുട്ടി എന്ന് വെച്ചാൽ ഭയങ്കര അടക്കൊതുക്കമുള്ള പാരന്റ്സ് ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കുട്ടിയായിരിക്കും. മറ്റൊരു കുട്ടി എങ്ങനെയായിരിക്കും, ഭയങ്കര എന്താ പറയാ, ഭയങ്കര കുറുമ്പായിരിക്കും, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഭയങ്കര കുറുമ്പായിട്ടുള്ള കുട്ടിയായിരിക്കും. അപ്പോ ഏജ് അനുസരിച്ച് നമുക്ക് ഇമോഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും നാട്ടുകാർ നമ്മൾ സാധാരണ പറയാറുണ്ട് 4 വയസ്സിൽ ഇന്നതായിരിക്കും, ഇത്ര കുറുമ്പായിരിക്കും, അങ്ങനെ പറയാറുണ്ട്. എന്നാലും പക്ഷെ എന്താണ്, നമുക്ക് ഏജ് വൈസ് ഓരോ കുട്ടികളുടെയും ഇമോഷൻസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ സറൗണ്ടിങ്സ്, ഇതെല്ലാം അവനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇമോഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഇമോഷൻസ് നല്ല രീതിയിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിലൂടെയാണ് എന്ത് പോസിബിൾ ആകുന്നത്, സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട നല്ല ജനറേഷൻ, നല്ല കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഈ നല്ലൊരു ഇമോഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴാണ്. ഓരോ കുട്ടിക്കും അവന്റെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അത് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ഇമോഷൻസ് പ്രയോഗിക്കേണ്ടതും അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു കുട്ടി, ഞാൻ പത്രത്തിൽ വേണ്ട, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടി +2 എക്സാം ആയിരുന്നു. +2 എക്സാം തുടങ്ങുന്നേക്കാളും മുമ്പായിട്ട് മാർച്ചില് ഫസ്റ്റ് വീക്ക് ആത്മഹത്യ ചെയ്തു. +2ലേക്ക് പഠിക്കുന്ന കുട്ടിയാണ്. പുഴയിൽ വീണാണ് പുഴയിൽ ചാടി ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, +2 എക്സാം പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. എന്റെ അടുത്തുള്ള കുട്ടികളോട് ഞാൻ ചോദിച്ചു, +2 എക്സാം അവരുടെ കൂടെ പഠിക്കുന്നതാണ്, അപ്പൊ പേടി കൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ ഡയലോഗാണ്, അവന് 10ാം ക്ലാസ്സിൽ ഫുൾ A+, +1 ഫുൾ A+. പക്ഷെ അവന്റെ വീട്ടുകാര് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, കമ്പൽ ചെയ്യുമായിരുന്നു, പഠിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇമോഷണലി എന്ത് ചെയ്യുമായിരുന്നു, ടോർച്ചർ ചെയ്യുമായിരുന്നു. +2 ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന ആളെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അതാണെന്നൊക്കെ പറഞ്ഞ അവനെ ഭയങ്കര ഇമോഷണലി എന്താക്കി, വീക്ക് ആക്കി. അപ്പൊ ഇംഗ്ലീഷ് ആയിരുന്നു ഫസ്റ്റ് എക്സാം. അപ്പൊ ഇംഗ്ലീഷിന്റെ തലേന്നാണ് ഇങ്ങനെ ചെയ്തത്. കാരണം അവന് ഭയങ്കര പേടിയായിരുന്നു ഇംഗ്ലീഷ് എക്സാം. അവന് ചെയ്യാനായിട്ട് ഫിയർ വന്നു, പേടി വന്നു. സോ ആ സമയത്ത് അവന്റെ ഇമോഷണൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് അവര് പറ്റിയില്ല. ആ ഒരു ബാഡ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് അവൻ പോവുകയാണ് ചെയ്തത്. സോ നമ്മള് ഫെയിലിയറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഫെയിലിയർ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഓരോ വർക്കിലൂടെയാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നത്, അവരുടെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ത്രൂ വർക്ക്, ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ അത് സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആവാം. അപ്പൊ ചെറുപ്പത്തിലേ തന്നെ അവര് എന്ത് പഠിക്കുകയാണ്, ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്യാനായിട്ട് അവർക്കൊരു എന്താ പറയാ, ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ഷമ അവർ പഠിക്കുകയാണ്. അപ്പോ അങ്ങനത്തെ കുട്ടികൾ ഒരിക്കലും ഇതേപോലത്തെ എന്താണ് ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്കോ ബാഡ് ആയിട്ടുള്ള ഇമോഷൻ എക്സ്പ്രഷനിലേക്കോ ഒന്നും പോകൂല. അപ്പൊ അവർ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ നമ്മളിവിടെ ഗെയിമിലൂടെയും ലെസണിലൂടെയും ഒക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് മറ്റു ആൾക്കാരോട് എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത്, അവരോട് എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. നമ്മൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഇമോഷൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് റോൾ ഓഫ് ഇമോഷൻസ് നോക്കാം. The emotions constantly become functional in child relation to his fellow pupils, teachers, parents, siblings, and in school and home situation. അപ്പൊ ഇമോഷൻസ് ആണ് ഒരു ഫങ്ഷണൽ ആയിട്ട് ബിക്കം ഫങ്ഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ കുട്ടികളും അവരുടെ കൂടെ ഉള്ളവരും ടീച്ചേഴ്സ് ആവാം, പീപ്പിൾസ് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹപാഠികള്, പാരന്റ്സ്, ഫ്രണ്ട്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്, കസിൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സഹോദരങ്ങള്, അവര് സ്കൂളും അതേപോലെ ഹോംലി സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ചില കുട്ടികള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടക്കൊതുക്കുള്ള കുട്ടികളായിരിക്കും, പക്ഷെ വീട്ടിൽ ചിലപ്പോൾ ഭയങ്കര വയലന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അവർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രകടിപ്പിക്കണം. അപ്പൊ ഇമോഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എ ഗുഡ് ടീച്ചർ ഷുഡ് ബി കോൺഷ്യസ് ഓഫ് ദ pupils' emotion as well as his own, so that a smooth learning situation can be sustained in the class. നമ്മളിപ്പോ ടീച്ചേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ബാഡ് ആയിട്ടുണ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ള ഒരു ദിവസമായിരിക്കും. നമ്മൾ ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഒരു കാരണവശാലും ആ വിഷമം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ കുട്ടികളോട് പ്രകടിപ്പിക്കരുത്. കാരണം നമ്മളുടെ വിഷമമാണ് അത്. നമ്മൾ ആ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ആ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കയറാനായിട്ട്. എപ്പോഴും നിങ്ങളും അതേപോലെ തന്നെ ആയിരിക്കണം. ഒരിക്കലും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തലയിൽ ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു ക്ലാസ്സിലേക്ക് പോകരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കാനായിട്ട് പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലാസ്സിലേക്ക് പോയാൽ പോലും നമുക്ക് അതെന്ത് ചെയ്യാൻ, നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ പിന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കണം, അയ്യോ ഞാൻ എന്തിനാണ് ആ കുട്ടിയോട് അങ്ങനെ ദേഷ്യപ്പെട്ടത്, എനിക്കിങ്ങനെ ആ സമയത്ത് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവരോട് ദേഷ്യപ്പെട്ടത്. പിന്നെ നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് നമ്മൾ ആ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അത് മാറ്റി വെച്ചിട്ട് വേണം. ഇപ്പൊ ഹാപ്പിനെസ് ആവട്ടെ, സാഡ്നെസ് ആവട്ടെ, ആങ്കർ ആവട്ടെ, എന്തോ ആവട്ടെ, പല ടൈപ്സ് ഓഫ് ഇമോഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തോ ആവട്ടെ അത് പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ക്ലാസ്സിലേക്ക് വരാനായിട്ട്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇമോഷൻസ് ആ കുട്ടികളുടെ ഇമോഷനിലേക്ക് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ദേഷ്യമാണെങ്കിൽ ആ കുട്ടിയോട് ദേഷ്യം കാണിക്കാനൊന്നും പാടില്ല. നമ്മളിങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഞാനിപ്പോ ഈ ഹോൾ ക്ലാസ്സിൽ വെച്ചൊരു കുട്ടീനെ ചീത്ത പറയുകയാണെങ്കിൽ അവൻ എന്ത് തോന്നും, ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ക്ലാസ്സിൽ കയറാൻ തോന്നും ഇല്ല, എനിക്ക് ഭയങ്കര വിഷമമായിരിക്കില്ല ആ കുട്ടീനെ കാണുമ്പോൾ. അപ്പൊ അത് അല്ലെങ്കിൽ ആ ടീച്ചറിനെ കാണുമ്പോൾ പിന്നെ എനിക്ക് ആ ടീച്ചറിനോട് ഒരു പ്രത്യേക ദേഷ്യം. നമുക്ക് ചെറുപ്പത്തിലൊക്കെ മാത്സ് ഒക്കെ പഠിപ്പിക്കാൻ ടീച്ചർ നമ്മളെ 2-3 ചീത്തയൊക്കെ പറയും ഇല്ലേ, അപ്പൊ ആ സമയത്ത് പിന്നെ മാത്സ് ടീച്ചറിനെ ഇഷ്ടമല്ലാണ്ടാവും, പിന്നെ ആ സബ്ജക്റ്റിനോട് ഇഷ്ടമല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നത് നമ്മൾ ആ ക്ലാസ്സിൽ ആ ടീച്ചർ നമ്മളോട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ടീച്ചറിനോട് ദേഷ്യം വരും, പിന്നെ ഓട്ടോമാറ്റിക്കലി ആ സബ്ജക്റ്റിനോടായിരിക്കും. പിന്നെ ആ ഒരു സബ്ജക്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് വരാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യരുത്, ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ദേഷ്യം കുട്ടികളോട് പെട്ടെന്ന് പ്രകടിപ്പിക്കരുത്. നമ്മൾ കൂടുതലായിട്ട് കുട്ടികളുടെ ഇമോഷൻസിനും കൂടി നമ്മൾ എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. Parents should be also aware of these facts in order to boost healthy growth of their parts. കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാരന്റ്സും അവരുടെ ഇമോഷൻസ്, കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫാമിലിന്നും നമ്മൾ കൂടുതലായിട്ട് ഇമോഷൻസ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദേഷ്യം ഉണ്ടാവും, പാരന്റ്സിന് ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വർക്കിലോടായിരിക്കും, നമ്മളിപ്പോ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മക്കൾ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുമ്പോൾ ഒന്ന് പോയി എനിക്ക് വേറെ ജോലി ഉണ്ടെന്നൊക്കെ പറയാ അല്ല വേണ്ട. ചിലപ്പോ ആ കുട്ടി ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും ആ ഡ്രോയിങ് വരച്ച് നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. നമ്മുടെ മക്കളായിട്ട് മക്കള് അമ്മനെ കൊണ്ട് കാണിക്കുക. അപ്പൊ അമ്മ ആ സമയത്ത് വർക്കിലാണ്, എന്നാൽ പോലും കുറച്ച് ടൈം ആ മോള് വരച്ചത് നന്നായിട്ടുണ്ട് കേട്ടോ, ഇനിയും വരച്ചോ, അമ്മ ഇത്തിരി ബിസിയാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അമ്മ ഇത് നോക്കാം കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ തന്നെ ചെയ്യണോട്ടാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു പ്രതീക്ഷിക്കുന്നത്, ആ ഒരു ഹാപ്പിനെസ് കിട്ടും. ചിലപ്പോ ആ പടം വരച്ച് അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഡേ ചിലപ്പോ അത്രയും നേരം ഇരുന്ന് ആ ഒരു പിക്ചർ വരച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും, നമുക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് നമ്മളത് ഒന്ന് കാണാതെ ഒന്ന് പോയി എനിക്ക് സമയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും വിഷമം, അവരുടെ ആ ഇമോഷൻ അത് ഹേർട്ട് ചെയ്യും. അപ്പോ നമ്മളത് ശ്രദ്ധിക്കണം, നമ്മൾ പാരന്റ്സ് എന്ന നിലയിലും ശ്രദ്ധിക്കണം. On the other hand, pupils have to assist
to understand and develop their emotion to make them able to lead an adjusted life, to live smoothly with other peoples and other at home and outside. നമ്മൾ നമ്മുടെ ഇമോഷൻസ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ, നമ്മുടെ ലൈഫിൽ അത് അഡ്ജസ്റ്റ് ആയി തുടങ്ങിയാൽ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്മൂത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്മൂത്തി ലൈഫ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത നമ്മളിപ്പോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ നമ്മളത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ബ്രേക്ക് ആവും. സോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് ഇന്ന സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് വിഷമായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യം ആളോട് പറയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. An individual basic requirements deserves and hope his value of the life, his life condition also generate his emotion. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ്, ഇമോഷനെ ജനറേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഞാൻ പറയുന്നത്. അതെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസേർവ്സ് ആഗ്രഹങ്ങള്, ഹോപ്സ് പ്രതീക്ഷകള്, അദ്ദേഹം എന്താണ് ലൈഫിന് കൊടുക്കുന്ന ആ വാല്യൂ. അപ്പൊ നമ്മൾ നല്ല വാല്യൂ നമ്മുടെ ലൈഫിൽ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും മറ്റൊരാളെ നമ്മൾ ആ ഒരു സിറ്റുവേഷന് ഹേർട്ട് ചെയ്യില്ല. അതേപോലെ ഹിസ് ലൈഫ് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മുടെ ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. With advancing age and acquisition of verbal skill, may emotion reaction tend to hide and become substitute expression. For example, mannerism to irritate. നമുക്കില്ലേ ഒരു ദേഷ്യം വന്നു വിചാരിക്കുക, ചിലപ്പോല്ലേ ദേഷ്യമല്ല, ഭയങ്കര ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ ഒന്നും പ്രകടിപ്പിക്കൂല. പക്ഷെ അവരത് എങ്ങനെ പ്രകടിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണെങ്കിൽ അതുപോലെ എന്ത് ചെയ്യും, ഭയങ്കര ദേഷ്യത്തോടെ പ്രകടിപ്പിക്കും. ചില ആൾക്കാരാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ആ ഒരു പെട്ടെന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ സങ്കടമാണെങ്കിലും എന്ത് ചെയ്യും, ദേഷ്യത്തിന്റെ രൂപത്തിൽ പ്രകടിപ്പിക്കുള്ളൂ. ചില ആൾക്കാർ ഭയങ്കര കുട്ടികള് എന്താ പറയാ വഷളായി പോകുമെന്ന് പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കാത്ത ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അച്ഛനും അമ്മയ്ക്കും സ്നേഹമുണ്ട് എന്നാൽ പ്രകടിപ്പിക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കണം. കാരണം നമ്മളുടെ കൂടെ ഒരു ഏജ് വരെ നമുക്ക് ആ കുട്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഹയർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് പുറത്തോട്ടും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മാറും, അല്ലെങ്കിൽ ജോബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ലൈഫിലേക്ക് പോകും. അപ്പൊ ആ ഒരു ഏജിൽ മാത്രമേ നമ്മുടെ കൂടെ ആരുണ്ടാവുള്ളൂ, നമ്മുടെ മക്കൾ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കെയറും നല്ല രീതിയിൽ സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ വലുതായി കഴിഞ്ഞാലും നമ്മളോട് അതേ ഇത് തിരിച്ചു കിട്ടുള്ളൂ. ഇല്ല നമ്മൾ ദേഷ്യമാണ് കാണിക്കണമെങ്കിൽ അവർ വലുതായി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോട് കാണിക്കുന്നത് എന്തായിരിക്കും, ദേഷ്യമായിരിക്കും. സോ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രകടിപ്പിക്കാൻ പഠിക്കണം. Along with the physical and mental development, a process of socialization happens. നമ്മൾ ഫിസിക്കലും അതേപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റ്, നമുക്കറിയാം ഇമോഷണൽ ഡെവലപ്മെന്റും കൂടി പ്രോപ്പർ ആയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സോഷ്യലൈസേഷൻ ഒരു സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. The positive influence of school situations such as game, lesson, teachers, personal impacts and illuminates of colleagues constantly work on child socializing is emotional expression. നമ്മളിപ്പോ ചെറിയ ഗെയിമുകളിലൊക്കെ നമ്മൾ ടീം വർക്ക് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഗെയിമുകൾ ഉണ്ടാവില്ല, അപ്പൊ നമുക്കൊരു എന്താ പറയാ കൊഹീഷൻ തോന്നും അല്ലെങ്കിൽ ഒരു കെട്ടുറപ്പ് തോന്നും. അങ്ങനെ ടീം വർക്ക് ആയിട്ട് ചെയ്യുന്ന ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഈ കബഡി, അതേപോലെ തന്നെ പിന്നെ എന്താണ് റിലേ, കളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ടീം വർക്കാണ് വളരെ ഇമ്പോർട്ടന്റ്. സോ ഞാൻ തോറ്റു പോണത് പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ടീം തോറ്റുപോയി കഴിഞ്ഞാൽ. സോ മാക്സിമം എത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ എന്റെ ടീമിനെ എന്ത് ചെയ്യും, അവിടെ ടീം സ്പിരിറ്റ് നമ്മൾ ആ ഇമോഷനെ വളരെ സപ്പോർട്ടിങ് ചെയ്യാണ്. പിന്നെ കുറെ നമ്മളുടെ ലെസൺസ് മൂലം അതേപോലെ ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ഇമ്പാക്ട്സ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ടീച്ചറിന്റെ ഇമ്പാക്ട്സ്. ചിലപ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടിയായിരിക്കും, പക്ഷെ ടീച്ചറിനെ നല്ല രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പഠിക്കാത്തെന്ന് വെച്ചാൽ ഭയങ്കര ഉഴപ്പി നടക്കുന്ന കുട്ടിയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ ഉണ്ടെങ്കിൽ അത് 19 പേരും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യം ആർക്കാണ്, ആ 20ാമത്തെ ആൾക്കാണ്. സോ നമ്മൾ കൂടുതലായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ടയും ഗൈഡ് ചെയ്യേണ്ടയും വ്യക്തി ആരാണ്, ആ വീക്ക് ആയിട്ടുള്ള കുട്ടീനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. കാരണം ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർ എന്ത് ചെയ്തോളൂ, പഠിച്ചോളൂ. നമ്മൾ അത്രയും വീക്ക് ആയിട്ടുള്ള കുട്ടീനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക.
അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊളീഗ്സ്, ഇപ്പോ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോ നമ്മളിവിടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ക്ലാസ്സിനെ അത് എഫക്ട് ചെയ്യും. ഞാനൊരു ടീച്ചറായിട്ട് ഇത്തിരി വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കയറണമെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറില്ല, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, നമുക്ക് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മളുടെ കൂടെ ഉള്ള കൊളീഗ്സിന് കൂടുതലായിട്ട് അവരുടെ ഇമോഷൻസിന് കൂടി കുറച്ചും കൂടി നമ്മൾ എന്ത് കൊടുക്കും, വാല്യൂ കൊടുക്കും. Concealment of emotion in certain cases may prove more painful and harmful to child. നമ്മൾ ഈ ഇമോഷൻസ് അടക്കി പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അടക്കി പിടിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കും, അത് ഹാർംഫുൾ ആയിരിക്കും. ആ കുട്ടിയുടെ ഇതിന് ഹാർംഫുൾ ആയിരിക്കും. കാരണം ഞാനപ്പോ എക്സാമ്പിൾ പറഞ്ഞ കുട്ടി സൂയിസൈഡ് ചെയ്ത കുട്ടിയുടെ കേസിലാണെങ്കിൽ അവന്റെ ആ ഒരു ഫിയർ എന്ന് പറയുന്ന ഇമോഷനെ ഒത്തിരി അവൻ എന്ത് ചെയ്തിരുന്നു, കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അവനൊരു സമയത്ത് കൈവിട്ട് പോയി. ആ സമയത്താണ് അവന് ആ ഒരു ബാഡ് ആയിട്ടുള്ള തിങ്കിങ് വന്നത്. നമ്മൾ ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ സ്നേഹമാണെങ്കിൽ അല്ലെങ്കിൽ വിഷമമാണെങ്കിൽ, ഇപ്പൊ സങ്കടം, ചിലവർ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കില്ല, കരയൂല. എനിക്ക് അങ്ങനെയില്ല, ഞാൻ സങ്കടപ്പെട്ട കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി തീർക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാം. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കും. ചില സാധാരണ ചിരിക്കുന്നേക്കാളും ഭയങ്കര സൗണ്ടിലൊക്കെ ആയിരിക്കും ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് പറ്റി, അവൻ ചിലപ്പോ ടിവിയിലെ ഒരു എന്താ പറയാ കോമഡി സീൻ കണ്ടിട്ടായിരിക്കും ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയും കോമഡി തോന്നിയില്ല, പക്ഷെ എനിക്ക് തോന്നി, എനിക്ക് എന്താ പറയാ ഹ്യൂമർ കണ്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. അതിന്റെ ക്യാരക്ടറാണ്, ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോകും. അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ പഴയ സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കതൊരു എന്താ പറയാ ഹ്യൂമർ ആണല്ലോ, നമ്മൾ തമാശ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരും. അതേപോലെ ചാർലിൻ ചാപ്ലിന്റെ സിനിമയൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ് ഞാൻ. അപ്പം അത് നമ്മൾ എന്താണോ ഇമോഷൻസ്, ആ ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. A child when emotionally grows add to burden by trying to conceal it. അവർക്ക് ഇമോഷണലി ഒരു ബേർഡൻ ആയിട്ട് മാറും. ആ ഒരു ഇമോഷൻ അവനെ പ്രകടിപ്പിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് അവരൊരു ബേർഡൻ ആവും. His passion may become crude and funny, inviting requests from others. അപ്പൊ അത് ഭയങ്കരമായിട്ട് അത് വേറൊരു രീതിയിൽ അവർ പ്രകടിപ്പിക്കും. എന്ന് വെച്ചാൽ അവന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിൽ ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അവനത് പ്രകടിപ്പിക്കുന്നത്. വിഷമമാണ്, പക്ഷെ അത് ദേഷ്യത്തിന്റെ സങ്കടം അവൻ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കും. മറ്റുള്ളവരോടൊക്കെ ദേഷ്യം കാണിക്കും, കൂടെ പഠിക്കുന്ന കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കില്ല. അങ്ങനെ ഒരുപാട് രീതിയിൽ അവർ ആ ഒരു ഇമോഷൻ എന്ത് ചെയ്യും, പ്രകടിപ്പിക്കാനായിട്ട് നോക്കും. ഇൻ എക്സ്ട്രീം കേസസ് ഇറ്റ് മേ അഫക്ട് ഹിസ് ഹെൽത്ത്. ചിലപ്പോ എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോൾ അത് അവന്റെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ഇമോഷൻസ് ഒരു കുട്ടിയുടെ എന്താ പറയുക ഇമോഷനെ അഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ റോൾ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഇമോഷൻസിന് എന്തെല്ലാം റോളാണ് ഉള്ളതെന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞതല്ലേ? എടുത്താണോ മിസ്? ഞാൻ പറയണേ കേൾക്കാവോ? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്താണോ ആദ്യ മിസ്? എടുത്തതാ. ഇമോഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയണ്ട, അവിടെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷൻസ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടീനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, അവന്റെ ആരോഗ്യം ഫിസിക്കൽ ഡെവലപ്മെന്റും. എന്തെങ്കിലും എന്താ പറയാ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവന് ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ച് വീക്ക് ആയിരിക്കും. പിന്നെ ഇന്റലിജൻസ്, ബുദ്ധി, നല്ല രീതിയിൽ എന്താ പറയാ നല്ല ഇന്റലിജന്റ് ഉള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലോ ഇന്റലിജന്റ് ആണെങ്കിൽ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഫാമിലി എന്ന് പറയുന്നത് നല്ല പോസിറ്റീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ കുട്ടി വരുന്നതെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും, അവന്റെ ക്യാരക്ടറും അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസും എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. ദെൻ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അവൻ വളർന്നു വരുന്ന സാഹചര്യം നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ. മ്യൂട്ട് ആകോ? നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് അവൻ വളർന്നു വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ചുറ്റുപാട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പിങ്ങും ഷെയറിംഗ് മൈൻഡ് ഒക്കെ ഉള്ള നൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ അവൻ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നെഗറ്റീവ് ആയിരിക്കും. പിയർ ഗ്രൂപ്പ്സ്, അവന്റെ കൂട്ടുകാര് നല്ല കൂട്ടുകാരിലാണ് നല്ല ഇമോഷൻസും നല്ല രീതിയിൽ ഫ്രണ്ട്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളുടെ ഇടയിൽ നിന്നാവും വരുന്നെങ്കിൽ
ഇതായിരിക്കും, നല്ല പോസിറ്റീവ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും ആ കുട്ടിക്ക് സംഭവിക്കാൻ. അല്ലാത്ത പക്ഷം നെഗറ്റീവിലേക്ക് പോകും. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ വളർന്നു വരുന്ന കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ്, നല്ലതാണെങ്കിൽ അവന്റെ ഇമോഷൻസും പോസിറ്റീവ് ആയിരിക്കും, അല്ലാത്ത പക്ഷം നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇമോഷണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെന്റില് യൂണിറ്റ് 3 നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഇവിടെ സൈക്കോളജിയിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റോൾ ഓഫ് ഇമോഷൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമോഷൻസിനെ കുറിച്ചിട്ട്? ചെയ്തു മാം. ഓക്കെ, റോൾ ഓഫ് ഇമോഷൻസ് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും. വായിച്ചു നോക്കിയോ? വായിച്ചോ? ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് എത്ര ചാപ്റ്ററിന്റെ വരെയും കിട്ടിയിട്ടുണ്ട്? മോക്ക് ടെസ്റ്റ് എത്ര യൂണിറ്റ്സിന്റെ വരെയും കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് യൂണിറ്റിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചൈൽഡ് ഫസ്റ്റ് എയ്ഡും കിട്ടി, ചൈൽഡ് വെൽഫെയറിന് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ അടുത്ത ദിവസം തന്നെ അതെ നെക്സ്റ്റ് ഞാൻ ചൈൽഡ് വെൽഫെയറിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കാട്ടോ. ഞാൻ വിട്ടുപോയതാണ്, കൊടുത്തേക്കാട്ടോ. ഓക്കെ, സോ ഇനി അടുത്ത നമ്മള് ടാസ്കിലേക്ക് വരാണ് അഫെക്ഷൻ. ആരെഴുതുന്നത്? ഞാൻ അഫെക്ഷൻ എന്ന് പറയണ ഇമോഷനെ കുറിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് മിസ്സേ. പിന്നെ ടെസ്റ്റിലുള്ളതൊന്നല്ലല്ലോ പ്രിപ്പയർ ചെയ്തിരിക്കണേ, സ്വന്തമായിട്ടല്ലേ അല്ലേ? അതെ അതെ അതെ. ഓക്കേടാ, ഞാൻ പിൻ ചെയ്യാട്ടോ. അപ്പോൾ പ്രസന്റ് ചെയ്തോ. ചെയ്യട്ടെ മിസ്സേ? ഓക്കെ അല്ല മിസ്സേ? കേട്ടോ. അഫെക്ഷൻ
Showing children affection both physically and emotionally is crucial for their development. Fostering a sense of security, building healthy relationship, and promoting emotional well-being. എന്നുവെച്ചാൽ കുട്ടികളോട് ശാരീരികവും വൈകാരികവുമായി വാത്സല്യം കാണിക്കുന്നത് അവരുടെ വികസനത്തിനും സുരക്ഷിത ബോധം വളർത്തുന്നതിനും ആരോഗ്യപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുന്നതിനും വൈകാരികമായി നന്നായി പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പിന്നെ സ്നേഹത്തിന്റെ പ്രധാന ഘടകങ്ങൾ. വൈ അഫെക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്, ഇമോഷണൽ വെൽബീയിങ്, ഹെൽത്തി റിലേഷൻഷിപ്പ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഷോ അഫെക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് സ്നേഹം കാണിക്കുക എന്നുള്ളത്. അതിലൊന്ന് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ചിൽ വരുന്നത് ഹഗ്സ് ആൻഡ് ഗുഡ്ലെസ്, ഹോൾഡിംഗ് ഹാൻഡ്സ്, ബാക്ക് റബ്സ് ആൻഡ് സ്ട്രോക്കിംഗ്, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഇത് ഫിസിക്കൽ ടച്ചിൽ വരുന്നത്. പിന്നെ വെർബൽ അഫർമേഷനിൽ വാക്കാലുള്ള സ്ഥിരീകരണത്തിൽ വരുന്നത് സേയിങ് ലവ് യു, മീനിങ് ഫുൾ. പിന്നെ പ്രൈസിങ് ആൻഡ് എൻകറേജിങ്, റീഇൻഫോഴ്സ്മെന്റ്, ബിൽഡ് കോൺഫിഡൻസ്, ആത്മാഭിമാനം, ക്രിയാത്മകമായ ശ്രദ്ധ വളർത്തിയെടുക്കുക. അത് ലിസണിങ് ആൻഡ് റെസ്പോണ്ടിങ്, അവരുടെ ചിന്തകളിലും വികാരങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അബൌട്ട് ദയർ തോട്ട് ആൻഡ് ഫീലിംഗ്. അതില് പിന്നെ വരുന്നത് ക്വാളിറ്റി ടൈം, ഗുണമേന്മയുള്ള സമയം. അതിൽ വരുന്നത് പ്ലേയിങ് ടുഗദർ, രസകരമായ കളികളിൽ ഏർപ്പെടുന്നത്. ആ ബന്ധം ശക്തിപ്പെടുത്തും. പിന്നെ റീഡിങ് ബുക്സ്, വായനയിലൂടെ പഠിക്കാനുള്ള ഇഷ്ടം തോന്നും, അത് വളർത്തുകയും ചെയ്യും പഠിക്കാനുള്ളത്. ഹേവിങ് കോൺവെർസേഷൻ, അവർ പറയുന്നത് കേൾക്കുക, അത് അവരുടെ ഇൻപുട്ടിനെ വളരെയധികം ശക്തിപ്പെടുത്തും. പിന്നെ ഉള്ളത് ആക്ട് ഓഫ് സർവീസ്, അവരുടെ സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വിത്ത് ടാസ്ക്, അവരെ പിന്തുണപ്പിക്കുക. മീറ്റിംഗ് ദയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. സെലിബ്രേറ്റിംഗ് മൈൽ സ്റ്റോൺ, അവരുടെ നേട്ടങ്ങൾ തിരിച്ചറിയുക, അത് നമ്മൾ അവരോടൊപ്പം ആഘോഷിക്കുക. അങ്ങനെയൊക്കെ അവരെ നമ്മളെ അഫെക്ഷനിലൂടെ നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. അഫെക്ഷനെ കുറിച്ചിട്ട് പറയാം. അഫെക്ഷൻ നമുക്കറിയാം വാത്സല്യാണ്. ഇറ്റ് ഈസ് പോസിബിലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹ്യൂമൻ ഇമോഷൻ. നമ്മൾ കുട്ടികളെ ആയിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു എന്താ പറയാ ഒരു ക്ലോസ് ഒരു ഇമോഷനാണ് അഫെക്ഷൻ, വാത്സല്യം. നമ്മളെല്ലാവരും എല്ലാ കുട്ടികളോടും നമുക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക 3 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സിന് ഉള്ള കുട്ടികളുടെ കുഞ്ഞു കുട്ടികളോട് പോലും നമുക്ക് ഭയങ്കര വാത്സല്യമായിരിക്കും. അത് അവരുടെ ഒരു ഏജിനോട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ തോന്നി ക്ലാസ്സിലേക്ക് വന്ന മിക്ക സ്റ്റുഡൻസിനും കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. കാരണം ആ ഒരു ഏജ് കാറ്റഗറിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കുഞ്ഞു കുട്ടികളെ. എനിക്ക് വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ. കാരണം അവരുടെ സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കും കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ അവർ നമ്മളെ കാണുന്നത് ഒരു സെക്കൻഡ് മദർ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ അവര് വീട്ടിൽ നിന്ന് മാറി നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. നമ്മൾ കാണുമ്പോൾ അവരുടെ സെക്കൻഡ് മദർ അല്ലെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ച അംഗനവാടി പഠിപ്പിച്ച ടീച്ചറിനെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. അവരോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കും. അതേപോലെ തന്നെയാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളെയാണ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് വരുന്നത്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മളോട് ഭയങ്കര ഒരു അഫെക്ഷൻ, ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. അത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എന്റെ മോളുടെ ടീച്ചറിനെ ഞാൻ ഇങ്ങനെ പറയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ. അവളെ എന്തെങ്കിലും ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ അമ്പിളി ടീച്ചർ എന്ന പേര്, അപ്പൊ അമ്പിളി ടീച്ചർ കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വന്ന് തല്ലും. കാരണം എന്താണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെ. ഏകദേശം എന്നേക്കാളും അങ്ങനെയല്ല, ഭയങ്കര ഇഷ്ടമാണ്. ആള് ഭയങ്കരമായിട്ട് പുനരിപ്പിച്ചാണ് ടീച്ചർ നോക്കുന്നത്. കാരണം ടീച്ചർക്ക് 2 ആൺപിള്ളേരാ. അപ്പൊ അതുകൊണ്ട് ഇവള് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് മുടിയൊക്കെ കേട്ട് സൂപ്പറായിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയില്
നല്ല രീതിയിൽ വേറെ രീതിയിലൊക്കെ മുടിയൊക്കെ കെട്ടിവിടും. അപ്പൊ ചോദിക്കുന്നത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അമ്പിളി ടീച്ചർ തന്നെയാണ്. അത് പിന്നെ അഴിക്കാനൊന്നും സമയമില്ല, ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര ഒരു അഫെക്ഷനാണ് ടീച്ചർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും മിക്ക കുട്ടികളോടും ടീച്ചർ ഭയങ്കര കെയറിങ്ങോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറെ ഞങ്ങളുടെ ഇടയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പാരന്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുട്ടികളെ നല്ല രീതിയിലാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ടീച്ചറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ, പക്ഷെ നമ്മൾ അഫെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീലിംഗ് ആണ് അഫെക്ഷൻ. നമ്മുടെ വാത്സല്യം. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനായിരിക്കും പേരക്കുട്ടികളോട് കൂടുതലായിട്ട് എന്തുണ്ടാവുന്നത്, അഫെക്ഷൻ ഉണ്ടാവുന്നത്. അവർ ഭയങ്കരമായിട്ട് പുനരിപ്പിക്കും ഇല്ലേ? നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ തന്നെ അവർ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും നമ്മളെങ്ങാനും വഴക്ക് പറഞ്ഞാലും എന്ത് ചെയ്യും, ഗ്രാൻഡ് പാരന്റ്സിനെ വിളിച്ചിട്ട് വരും ആര്, കുട്ടികൾ നമ്മളെ വഴക്ക് പറയാനായിട്ട്. കാരണം അത് ഭയങ്കര വാത്സല്യമാണ്. അത് ഒരു പരിധിവരെ നല്ലതാണ്, അതിൽ കൂടാൻ പാടില്ല. ഇറ്റ് ഈസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ചൈൽഡ് ടോട്ടൽ ഡെവലപ്മെന്റ്. ഈ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, അഫെക്ഷൻ എന്ന് പറയുന്നത്. ദ ഗ്രോത്ത് ആൻഡ് അൺസിവിലൈസ്ഡ് ഹെൽപ്ലെസ് ബേബി ടു സിവിലൈസ്ഡ്. അപ്പോ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ സിവിലൈസ്ഡ് ആക്കി നല്ല പൗരത്വ ഉത്തരവാദിത്തമുള്ള എന്ത് ചെയ്യാനായിട്ട് വ്യക്തികളാക്കി ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. The rearing and the education of the children depends largely upon the amount of affection he has from others, including his parents. അപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളിൽ അത് ലാർജ്ലി എന്താണ്, അഫെക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള അഫെക്ഷൻ ആവാം, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള അഫെക്ഷൻ ആവാം, എല്ലാത്തിനും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഫെക്ഷൻ ഡെവലപ്പ് ഇൻ എ ചൈൽഡ് എ ഫീലിംഗ് ഓഫ് ബീയിങ് വാണ്ടഡ്. അഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു ഇമോഷൻ ആണ്. എന്നെ എന്ത് വേണം, നമുക്ക് വേണം, അല്ലെങ്കിൽ എന്നെയും ചില ആ കുട്ടികളുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് വഴക്ക് പറയും, നിന്നെക്കൊണ്ട് ഒന്നിനും കൊണ്ടുപോകുക, അല്ലെങ്കിൽ നീ പോരാ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് ഭയങ്കര വിഷമാവും. അതിന് പകരം മോൻ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം. അതേപോലെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഒരു ഇന്റിമസി ഉണ്ടാവും, അവർക്ക് ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. അവരും നമുക്ക് വേണ്ടതാണ്. എന്തെങ്കിലും നമുക്ക് പറ്റിക്കഴിഞ്ഞാല് ചോദിക്കാനായിട്ട് ഏതൊരു സിറ്റുവേഷനിലായാൽ പോലും നമ്മള് കൂടെ ഉണ്ടാവും എന്നുള്ളത് കുട്ടികൾക്ക് ഉറപ്പ് കൊടുക്കണം. He feels secure and his self-esteem grow, and with it grow the need to try out, to adventurous, to take risk, to make mistake and learn through such experience. അപ്പൊ ഈ അവർക്കൊരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി എവിടെ ഫീൽ ചെയ്യും, നമ്മൾ അഫെക്ഷനുള്ള പാരന്റ്സും ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. അതേപോലെ എക്സ്ട്രീം സെൽഫ് എക്സ്ട്രീം, നമ്മളിപ്പോ പഠിക്കുന്ന എക്സ്ട്രീം സെൽഫ് എക്സ്ട്രീം ഗേറ്റ്സ് എന്തൊക്കെയാണ്, ആ ഒരു എക്സ്ട്രീമിലേക്ക് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, അതേപോലെ റിസ്കുകൾ എടുത്തിട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തി അതിലൂടെ ഓരോ കാര്യങ്ങൾ പഠിച്ചായിരിക്കും ഈ കുട്ടികൾ വരുന്നത്. An atmosphere of actual love, the child also develop love and concern for others. അവരിപ്പോ സ്നേഹം കിട്ടി വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്നേഹം എങ്ങനെയാണ്, അവരുടെ കുട്ടികളുടെ ചെറുപ്പത്തിലെ സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള കൺസേൺ, അതെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ പാരന്റ്സ് ചെയ്യേണ്ടത് എന്താണ്, കുട്ടികളെ എന്ത് ചെയ്യുമ്പോൾ വളർത്തുമ്പോൾ നല്ല സ്നേഹം കൊടുത്ത് തന്നെ വളർത്താം. ഇനി നമ്മൾ അത് കൊടുത്ത് വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണണം എന്നുവെച്ചാല് അവരുടെ അമ്മേനെ, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസ് ആണെങ്കിൽ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ എന്താ പറയാ റെസ്പെക്ട് ചെയ്യേണ്ടത് ആരെയാണ്, വൈഫിനെയാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ചൊരിക്കലും ഹസ്ബൻഡ് എന്ത് ചെയ്യരുത്, ബാഡ് വേർഡ്സ് ഒന്നും വൈഫിനോട് പറയരുത്. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇന്നത്തെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കാനായിട്ട് മാക്സിമം ഇത് ചെയ്യണം. കുട്ടികളോടുള്ള സ്നേഹം അവരോട് തന്നെ പ്രകടിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു എന്തുണ്ടാവുള്ളൂ, അവരിൽ ലവ് ഡെവലപ്പ് ചെയ്യുള്ളൂ. മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റ് ഫ്രണ്ട്സിനോട്, അതേപോലെ തന്നെ ടീച്ചേഴ്സിനോട്, അതേപോലെ എൽഡേഴ്സ് ആയിട്ട് മുതിർന്നവര്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കാം അവരെന്ത് ചെയ്യേണ്ടത്, ഇത് കണ്ട് പഠിക്കണം. ഓക്കെ. Learning in a school also relieves to great extent on affection. People seek sympathy and warm treatment from their teachers. അപ്പോൾ നമ്മള് സ്കൂളുകളിലായാലും ഈ അഫെക്ഷൻ ഒരു
അഫെക്ഷൻ കണ്ടു തന്നെയാണ്. കാരണം ടീച്ചേഴ്സ് കുട്ടികളോട് എങ്ങനെയാണ് നല്ല വാം ആയിട്ട് നല്ല സിമ്പത്തറ്റിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ therefore it is human quality that he feel actively concerned about the pupils undergo charge. അപ്പൊ നമ്മളുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് നമ്മൾ എന്തായിരിക്കണം, അഫെക്ഷനേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം പെരുമാറാനായിട്ട്, നല്ല സിമ്പത്തറ്റിക് ആയിട്ട് നല്ല വാം ട്രീറ്റ്മെന്റോട് കൂടി. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, വടി കൊണ്ട് തല്ലിയൊന്നും അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നല്ല വാമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ എന്ത് ചെയ്യണം, കൂടെ നിർത്താനായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ, ഇപ്പൊ നമ്മള് തല്ലി പഠിക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ ചിലപ്പോൾ അവർ പറഞ്ഞു കേൾപ്പിക്കും, പക്ഷെ അതൊരു മറന്നുപോകും. അപ്പൊ നമ്മള് നല്ല സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് മറക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ അത് അവരുടെ മനസ്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, അത് മനസ്സിലേക്കായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. The development of the love in children is important for the development of new society centered on cooperation and mutual love. അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹവും മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റുന്ന കുട്ടികളാണ് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോപ്പറേഷൻ ഉള്ള അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ലവ് ഉള്ള ഒരു സൊസൈറ്റിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ അഡോളസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് ജനറേഷനെയാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മള് വളർത്തിയെടുക്കേണ്ടത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്, ഇപ്പോ നമ്മളിപ്പോ ക്ലാസ്സിൽ 40 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 40 ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ, അപ്പൊ അവരും നമ്മൾ നല്ല കുട്ടികളായിട്ട് നല്ല സ്നേഹവും നല്ല കോപ്പറേഷനും ഏതൊരു സാഹചര്യവും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. Sympathy is another emotion which is required much for emotional development of a child as well as society. Sympathy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫെക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഇമോഷൻ ആണ്. സെയിം ഏകദേശം നമ്മള് അപ്പോ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ ഒരു നല്ലൊരു എന്താ പറയാ ഭാവിക്കും ഈ സിമ്പതി എന്ന് പറയുന്ന കാര്യം നമ്മള് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. സിമ്പതി എന്ന് പറഞ്ഞാല് ഒരാള് ഒരു വിഷമിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവന് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, എന്താ പറയാ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ കുട്ടി പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൈൻഡിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടീനെ നല്ല രീതിയിൽ ഒന്ന് ഉയർത്താനൊക്കെ നമ്മളിപ്പോ എന്താ പറയാ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാനും അവൻ അതിൽ നിന്ന് ഉയർത്താനും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ നമ്മളൊക്കെ എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ സ്പോൺസേഴ്സ് എന്ത് ചെയ്യുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ വന്നിട്ട് ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് സ്പോൺസേഴ്സ് ആയിരിക്കും അവരെ സപ്പോർട്ട്, അവരുടെ ഹയർ സ്റ്റഡീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രസ്റ്റുകളൊക്കെ ഇതാണ് ഈ സിമ്പതിയുടെ ഒരു ഭാഗമാണ്, സൊസൈറ്റിയിൽ സിമ്പതിയുടെ ഒരു ഭാഗമായിട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. റെക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുക എന്ന് മാത്രം ഉണ്ടാണ് കുറച്ചൊരു മീനിങ് വരുന്നത്, കാണുക, ഓക്കെ, കണക്കാക്കുക, സിമ്പത്തറ്റിക് ആകുക, അല്ലെങ്കിൽ നമ്മളൊരു സിമ്പതി ഇപ്പോ നമ്മളൊരു സൊസൈറ്റിയില് എന്താ പറയാ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്തൊരു ഫീലിംഗ് ആ കാണിക്കുക, ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൈൻഡാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫിസിക്കൽ ഡിസബിലിറ്റീസോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോടും നമ്മൾ എന്താണ് സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് അല്ലെങ്കിൽ സിമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു നേച്ചറോട് കൂടി ആയിരിക്കും അവരെന്ത് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ പറയാനുള്ളത്. എപ്പോഴും നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അഫെക്ഷൻ കാണിച്ച് തന്നെ വളർത്തണം. വാത്സല്യത്തോടെ സ്നേഹിച്ച് നല്ല രീതിയിൽ നല്ല കെയറിങ്ങും നല്ലൊരു രീതിയിൽ വളർത്തിയാൽ മാത്രമേ പാരന്റ്സും കുട്ടികളും അല്ലെങ്കിൽ ടീച്ചേഴ്സും നല്ലൊരു നല്ല ലിങ്ക് ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇമോഷനാണ് അഫെക്ഷൻ. ഓക്കെ, അപ്പൊ നല്ല അഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അവരോട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ടും അത് തിരുത്താനും അവരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റുള്ളൂ. സോ ഇന്ന് അഫെക്ഷൻ വരെ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഹ്യൂമർ, ഫിയർ, ആങ്കർ, ഹാപ്പിനെസ്, സാഡ്നെസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാട്ടോ. ഓക്കെ, വാട്ടർ ഫ്രെയിം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് മാം. പ്രസന്റ് ചെയ്തോട്ടെ, ഞാൻ പിൻ ചെയ്യാം.
എടാ ഫ്രെയിമിന് എന്താ എടുത്തിരിക്കണേ? ഇത് ഫ്രെയിം ആൽഫിന്റെ ഫ്രെയിമാണ്. നന്നായിട്ടുണ്ട് കേട്ടാടാ. ഓക്കെ, മറ്റാരൊക്കെയാണ് ബട്ടറിംഗ് ഫ്രെയിം ചെയ്തിരിക്കണേ? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, തനൂജ സ്പിൻ ചെയ്തേടാ. തനൂജ കാണിച്ചോട്ടാ. തനൂജ ഞാൻ പറഞ്ഞില്ലേടാ പ്രസന്റ് ചെയ്യാന്ന്, മാറിപ്പോയതാണ്. മാറിയിട്ടില്ല അല്ലേ? കാണാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനില്ലായിരുന്നു മാം. എന്തായിരുന്നു പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു മാം? എടാ ബട്ടറിംഗ് ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ വീക്കിലായിരുന്നു ഇവിടെ. ഇപ്പൊ കാണിച്ചു തരും. തനുജ കാണാൻ പറ്റില്ലാട്ടാ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ക്യാമറ ഓൺ ചെയ്താ? ചെയ്തു. ടെക്നിക്കൽ ഇതായിരിക്കും, റേഞ്ചിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഫൗസി ഒന്ന് ഹായ് പറയുകയാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. യെസ് മാം. എവിടെയാടാ? ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്തോ കേട്ടോ. അങ്ങനെ റേഞ്ചിന്റെ ഇഷ്യൂ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ തനുജയ്ക്ക് പ്രസന്റ് ചെയ്യാട്ടാടാ. അങ്ങനെ വരാറുണ്ട്. എവിടെ ഫ്രെയിം അല്ലേ? ഫുഡാണാടാ ഫ്രെയിം ആയിട്ട് എടുത്തിരിക്കണേ? ഓക്കെ, ഒരെണ്ണത്തിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് മാം. എല്ലാം ചെയ്തോ? ഓൾമോസ്റ്റ് എല്ലാം. കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും പിൻ ചെയ്യട്ടെ കേട്ടോ. വന്നിട്ട് പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിട്ട് ഫസ്റ്റ് ഇപ്പൊ കാണാൻ പറ്റണല്ലോടാ? ഇല്ലേ, ഇപ്പൊ കാണാൻ പറ്റണല്ലോ. അത്ര നേരം കാണണ്ട. ക്യാമറ ഓഫ് ആയിട്ടുണ്ടാവും. ഞാനും ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ചിട്ടാ. റേഞ്ചിന്റെ ഇഷ്യൂ എന്ന് തോന്നുന്നുണ്ടടാ. സോറി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലടാ, സോറി. ഇല്ല. ഒന്ന് പ്രസന്റ് ചെയ്യട്ടാടാ. പറ്റണ്ട നോക്കാം നമുക്ക്. ഞാൻ പിൻ ചെയ്യണില്ല, ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കേടാ. ഓക്കെ, അടുത്തത് അർച്ചന കേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടോ. അറിയണ്ട എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. അർച്ചന എനിക്ക് മനസ്സിലാവില്ല. എന്തായിരുന്നു മാം? മിസ് അർച്ചനയാണേ. കാണാൻ പറ്റണല്ലോടാ. കാർത്തിക അല്ലെ? ഒരു പറഞ്ഞുതരാട്ടാ. കാണാൻ പറ്റണല്ലോടാ. റേഞ്ചിന്റെ പ്രശ്നമാണ്. ഐശ്വര്യ കാണാൻ പറ്റുമോ നോക്കിയടാ. ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാമോ എന്തായിരുന്നു? ബക്കിളാണത്? ബക്കിൾ ഫ്രെയിം അതിന്റെ ഉള്ളില് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. മറ്റേ വെൽക്കോ ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളില്. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. മാമി ബക്കിള് കിട്ടാനില്ല മാം. ഒരുപാട് തിരക്കിയിട്ട് എങ്ങും ഇല്ല. പഴയ ബാഗിന്റെ അങ്ങനത്തെ ബാഗൊന്നും ഇപ്പൊ അങ്ങനെ വരുന്നില്ലല്ലോ. ഒരുപാട് 10 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. പക്ഷെ ഞാനിവിടെ എല്ലാം ഇല്ല. ബാഗ് സ്റ്റിച്ച് ചെയ്യൂലേ, അങ്ങനത്തെ കടകളിലുണ്ടായിരിക്കും. സെറ്റായിട്ട് കിട്ടും ഒരു പാക്കറ്റ് ആയിട്ട്. ഓക്കെ. കാർത്തിക മോൻ കുറെ ദിവസമായ ക്ലാസ്സിൽ കയറിയിട്ട്? അതെ മാം, ഞാൻ റെക്കോർഡ് ക്ലാസ് കാണും. ഞാൻ ഈ ക്ലാസ് കണ്ടില്ല. മാം പറഞ്ഞ ഒരു ക്ലാസ് കണ്ടു.
ഓക്കെ മോൻ ഒരു കാര്യം ചെയ്യും, ആ റെക്കോർഡ് ക്ലാസ് എന്നത്തെയാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഫ്രെയിമുകൾ എന്ന് പറയും നമ്മള് കുട്ടികളെ നമ്മൾ എന്താ പറയാ, ഇത് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഫ്രെയിം ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ഒരു കാണിച്ച ബട്ടൺ ഫ്രെയിം ഉണ്ട്, ഒത്തിരി 8 ഫ്രെയിമുകൾ ഉണ്ട്. അപ്പൊ ഈ ഫ്രെയിമുകൾ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ് റെക്കോർഡ് ക്ലാസ് റെഫർ ചെയ്യുകയാണെങ്കിൽ മോന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒരു ഫ്രെയിം കാണിച്ചു തരാം, കാരണം ടൈം കഴിഞ്ഞുകൊണ്ടാണ് കേടാ. ഒരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം, ബട്ടൺ ഫ്രെയിം പറഞ്ഞാൽ കാണിച്ചു തരാം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഫ്രെയിംസും പ്രിപ്പയർ ചെയ്യാനാ പറയുന്നത്. ശരിക്കും ഞാൻ ആ ക്ലാസ്സിൽ നമ്മളുടെ ഫ്രെയിമുകളൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അത് ആ ക്ലാസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളുടെ ഫ്രെയിമുകൾ എല്ലാവരും ഓരോന്നെടുത്ത് ഞാൻ അത് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, ഇതേപോലെ ഫ്രെയിമുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോകുമല്ലോ. അപ്പൊ ക്ലാസ്സിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് ഓരോന്ന് തന്നെ, ഇതെല്ലാ ഫ്രെയിമുകളും ഉണ്ട്. ഷൂ ലേസ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, പ്രസ് ബട്ടൺ ഉണ്ട്, ബക്കിൾ ഉണ്ട്, വെൽക്കം ഉണ്ട്, സിപ്പ് ഉണ്ട്. അപ്പോ ഇതേപോലെ ഫ്രെയിമുകൾ നമ്മൾ സ്വന്തമായിട്ട്, നമുക്ക് അധികം പൈസയൊന്നും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വുഡിന് ആരാ വുഡിൽ ചെയ്തത്, അവർക്ക് എത്ര രൂപയ്ക്കായി? ഞാനാണ് മാം. ഞാൻ ചെയ്തിട്ടുണ്ട്. വുഡിന്റെ പീസ് അപ്പുറത്തുനിന്ന് എല്ലാം ഞാൻ അപ്പുറത്തുനിന്നും ഒക്കെ എടുത്തതാണ്, ഒന്നും ചെലവായിട്ടൊന്നും. അത് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും ഇവിടെ കാർത്തിക. നമുക്ക് വുഡിന്റെ പീസുകളൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പഴയ തുണി എന്താ പറയാ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ പൈസ ചില കാര്യങ്ങള്, പിന്നെ പക്കളിന്റെ കാര്യം പറഞ്ഞില്ല, പക്കള് ചിലപ്പോൾ വാങ്ങിക്കാൻ പൈസ ആയിരിക്കും. അധികം പൈസ, ഒത്തിരി പൈസ ഒന്നും ആവുന്നില്ല, എന്നാൽ നിസ്സാരം. ഇപ്പൊ അത് ബട്ടൺ ഫ്രെയിം ആണെങ്കിൽ അധികം പൈസ ആവില്ല. പിന്നെ ഹുക്ക് ഫ്രെയിം അധികം ഒത്തിരി പൈസ ഒന്നും ആവില്ല. പക്ഷെ നമ്മളത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പൈസ കാണും. നമ്മളത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മോനെന്നാ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം കേട്ടാ. ബെൽറ്റ് ഫ്രെയിം ഇല്ല, ഈ ബെൽറ്റ് ഫ്രെയിം ഏതാണ്? ബെൽറ്റ് ഫ്രെയിം ഇല്ല മാം, അത് എവിടെയും കിട്ടുന്നില്ല. പക്ഷെ ഈ ബാഗിന്റെ ഇത് കൂട്ടും കുറയ്ക്കാൻ സംഭവം ഉണ്ടല്ലോ മറ്റേത്, ഈ പിള്ളേരുടെ ഇതില്, അത് എടുക്കാവോ? എടാ വെൽക്കോന് മീറ്ററിന് എന്തോ 15 രൂപയും കണ്ടുള്ളൂ. വെൽക്കോ അല്ല ബെൽറ്റ് നമ്മള് ബെൽറ്റ് ഇടില്ല, ബെൽറ്റ് ഫ്രെയിം. ബെൽറ്റ് ഫ്രെയിം കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ബാഗിന്റെ ഈ പിള്ളേർക്ക് ഇതില്ല മിസ്, ഒരു കൂട്ടും കുറയ്ക്കാനുള്ള സംഭവം ഇല്ലേ ഈ അറ്റത്ത്, അപ്പൊ അത് നമുക്ക് വെച്ചാ പോരെ? അതായാലും കുഴപ്പമില്ല. പക്ഷെ ഇല്ലേടാ, ഞാൻ പറയാ, ഒരു വാച്ച് ഉണ്ട്, ചെറിയ കുഞ്ഞു പിള്ളേരുടെ വാച്ചിന്റെ സ്ട്രാപ്പ്, പഴയ എന്താ പറയാ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ തന്നെ 10 എണ്ണൊക്കെ കിട്ടണത്, സ്ട്രാപ്പ് ഒക്കെ വല്ല സ്ട്രാപ്പ് ചേഞ്ച് ചെയ്തിരുന്ന പോലത്തെ. അതുണ്ടോ? അത് പഴയതുണ്ടെങ്കിൽ തനുജ കുഞ്ഞുങ്ങളുടെ ബെൽറ്റ് എടുത്താ പോരെ, ചെറിയ ബെൽറ്റ്? മതി, ചിലപ്പോ ചെറിയ ബെൽറ്റ് ഇല്ലേ മിക്ക ഡ്രസ്സിന്റെ ഒപ്പം ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അത് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ എടുത്തോട്ടെ. കാരണം ചില ഡ്രസ്സിനൊക്കെ ചുമ്മാ ഒരു ബെൽറ്റ് തരും. ആ ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബെൽറ്റ് ഫ്രെയിമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കുഞ്ഞു പിള്ളേരെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി. ചിലപ്പോൾ നമുക്ക് യൂസ് ഉണ്ടാവില്ല, നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് 1, 2, 3 ബെൽറ്റ് വരുമ്പോ അത് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, കിട്ടും. ഈ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിന്റേതായാലും മതി, അത് മതി. പ്രസ് ബട്ടൺ അതിലുണ്ടാവുള്ളൂ. അപ്പൊ അത് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പാണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ഫ്രെയിം പോലെ ഫ്രെയിമിൽ കറക്റ്റ് ആയിട്ട് കട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഫ്രെയിമിനെ മേലത് ഊരുന്ന രീതിയിലാക്കി എടുക്കണം. എന്താണ്? ഇങ്ങനെ ഊരുന്ന രീതിയിലാക്കി എടുക്കണം ഫ്രെയിം, മറ്റേ എങ്ങനെ എടുക്കണം കാണിക്കണമെങ്കിൽ. അത് കുഴപ്പമില്ല, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ഞാനാണ്. ആര്യ പറഞ്ഞോടാ. ആര്യ? ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് മാം. ടുഡേ ക്ലാസ് അപർണ മാം ഇന്ന് പഠിപ്പിച്ചത് റോൾ ഓഫ് ഇമോഷൻ, എങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നത്,
പിന്നെ അതേപോലെ അഫെക്ഷൻ വാത്സല്യം എങ്ങനെയാണ് കുട്ടികളുടെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഇന്ന് എടുത്തത്. പിന്നെ ഇന്ന് ക്ലാസ് കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങളും വാല്യൂസ് എങ്ങനെയാണ് ഇമോഷൻസിൽ കാണിക്കുന്നതെന്നും, അതേപോലെ വാത്സല്യം കുട്ടികളോട് എങ്ങനെ പ്രകടിപ്പിക്കും, എങ്ങനെയുള്ള ഇമോഷൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടതെന്നും ഒക്കെയാണ് ഇന്ന് ക്ലാസ് എടുത്തത്. താങ്ക് യു മാം. താങ്ക് യു അപർണ മാം ടുഡേ ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you all. Thank you, ma'am. താങ്ക് യു മാം.